ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്, നിയമം മറയാക്കി നിയമം ആയുധമാക്കുന്ന സ്ത്രീകളുണ്ട്. കാരണം അവനൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാരണത്താൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ അതൊരു വലിയൊരു വിഷയമാണ് അല്ലേ അഞ്ജലിക്ക് തോന്നുന്നില്ലേ? അത് എന്താണെന്നറിയോ, ആ നിയമം വന്നത് തന്നെ സെക്സ് ഒന്നും ഒട്ടും ഈസി അല്ല, അന്ന് അവൈലബിൾ അല്ല. അതായത് ഞങ്ങളുടെ കാലത്ത് എന്നൊക്കെ പറയണത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ ഒരു സംഭവം പോലെ, അത് കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ആവാൻ പാടുള്ളൂ, വെർജിൻ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ച കാലഘട്ടത്തിൽ അതിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചോളാം എന്ന് പ്രോമിസ് കൊടുക്കുകയാണ്. അതിന് വേണ്ടി മാത്രം. അതിനാണ് അന്ന് ആ കാലത്ത് അങ്ങനത്തെ ഒരു വിത്ത് കൺസെൻ്റ് ആണ് എങ്കിൽ എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയാണ് കൺസെൻറ്റ് മേടിക്കണമെങ്കിൽ റേപ്പ് ആവുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി, ഒരുപാട്. ഇന്ന് ഇപ്പോഴും 1961 പല നിയമങ്ങളും ഇന്നും ഉണ്ട്. മാറണം, കാലഘട്ടം മാറി, ഭയങ്കര ചേഞ്ചായി. അതെ, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഈ ഇവരുടെ കാലം എന്ന് വെച്ചാൽ 20ക്ക് ശേഷം വരുന്ന കാലഘട്ടം വേറെയാണ്. അപ്പൊ എല്ലാ രീതിയിലും മാറ്റം വേണം, നിയമം കംപ്ലീറ്റ് മാറണം, ചിന്താഗതികളും എല്ലാം ഭയങ്കര മാറ്റമാണ് ശരിക്കും. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ നല്ല സപ്പോർട്ടീവ് പാരൻസ് ഉണ്ട്. നമ്മളെ പാരൻസ് എന്താ പറയണെങ്കിൽ ചൂലെടുത്ത് അടിക്കണ പാരൻസ് നീ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട് അല്ലേ. ഞങ്ങൾ നമ്മുടെ ഇത്രയും സപ്പോർട്ടായിട്ട് ഏതൊരു അമ്മ കൂടെ അതുപോലെ അത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള മക്കളും കിട്ടണം. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പാരൻസിന്റെ അടുത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അന്നത്തെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ല, ചൂല് വെട്ടി അടിക്കുന്ന പാരൻസ് ആണ് അന്നുണ്ടായിരുന്നത്.